നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്നതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഉപയോഗിക്കുന്നത് അന്ധരാണ്. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച്, ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം അനാമികയാണ്. വെണ്ടയുടെ ഒരു ഇനമാണ് അനാമിക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രധാന ഉറവിടം. താഴെ തന്നിരിക്കുന്നതിൽ ഏതു സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ ബാക്ടീരിയ. ബാക്ടീരിയയാണ് വിഘാടകർ. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്താണ്? ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മോസ്ലി. മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. തന്നിരിക്കുന്നതിൽ അയണിന്റെ അയിര് ഏത്? അയണിന്റെ അയിരാണ് ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റ് ആണ് അയണിന്റെ അയിര്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണ് 60 ഡിഗ്രി തന്നെയായിരിക്കും. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും 60 ഡിഗ്രി ആയിരിക്കും. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലം. പ്രതലബലമാണ് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ഖരവസ്തുക്കളിലാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകും. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം മലയാളം മിഷൻ. മലയാളം മിഷൻ എന്ന സംരംഭം മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ്. മീശ എന്ന നോവൽ രചിച്ചത് ആര്? മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ് ആണ്. എസ് ഹരീഷ് ആണ് മീശ എന്ന നോവൽ രചിച്ചത്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കെ ഫോൺ. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം 1951 ആണ്. 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. കോവിഡ്-19യുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. കോവിഡ്-19യുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. ആരോഗ്യ സേതു എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കോവിഡ്-19യുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം.
അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ്. ടെന്നീസാണ് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ വേലുത്തമ്പി കലാപം ആണ്. വേലുത്തമ്പി കലാപം ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ ഡി ആണ് ഗ്രൂപ്പിൽ പെടാത്തത്. നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ദൈവദശകം, ശിവശതകം, ദർശനമാല ഇത് മൂന്നും ശ്രീനാരായണ ഗുരുവാണ് എഴുതിയിട്ടുള്ളത്. ദൈവദശകം, ദർശനമാല, ശിവശതകം ഇവ മൂന്നും ശ്രീനാരായണ ഗുരുവാണ് എഴുതിയിട്ടുള്ളത്. നിജാനന്ദ വിലാസം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ നമുക്ക് ചട്ടമ്പി സ്വാമികൾ എഴുതിയ രണ്ട് ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആദിഭാഷയും നിജാനന്ദ വിലാസവും. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? തൃശ്ശൂര്. 1936 ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകൾ. തന്നിരിക്കുന്നതിൽ വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം. ശ്വസന പ്രവർത്തനങ്ങൾ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ. സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 3ഉം. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ജീവകം ഡിയുടെ അപര്യാപ്തതയാണ്. ജീവകം ഡിയുടെ അപര്യാപ്തത റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നു. തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നിപ്പയും എയ്ഡ്സും. നിപ്പയും എയ്ഡ്സുമാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി. ആർദ്രം. ആർദ്രം പദ്ധതി എന്താണ്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ്. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ നൈട്രജനാണ്. നൈട്രജനാണ് ഹരിതഗൃഹവാതകങ്ങൾ അല്ലാത്തത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇവ മൂന്നും ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? സസ്യപരിപാലനം. റോഡുകളുടെ നിർമ്മാണം, വ്യാവസായിക വളർച്ച, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത ഇവയെല്ലാം വനനശീകരണത്തിന് കാരണമാകുന്നു. തന്നിരിക്കുന്നതിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? പെട്രോൾ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം പ്രിയങ്ക ആണ്. മണ്ണുത്തി എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. IISR കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. നാലാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. തെറ്റാണ്. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോബാറുകളല്ല, ഐസോടോപ്പുകൾ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ബാക്കിയുള്ള ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയയാണ്. പ്ലവന പ്രക്രിയ ആണ് സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? കാൽസ്യത്തിന്റെ 20 Ca ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? 4 കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1 ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോയേറ്റ് ആണ്. സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്തു മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? 4 ഇരട്ടിയാവും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജം 4 ഇരട്ടിയാവും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തരംഗദൈർഘ്യം കൂടിയ നിറം ഓറഞ്ച് ആണ്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് കെൽവിൻ. കെൽവിൻ ആണ് ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ.